17/6/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, തൻ്റെ മംഗളം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ പ്രകാരത്തിലുമുള്ള പഥ്യം വയ്ക്കൂ. പുഷ്പം ആകുന്നതിനു വേണ്ടി പവിത്രമായവരുടെ കൈകൾ കൊണ്ട് ഉണ്ടാക്കിയ ശുദ്ധ ഭോജനം കഴിക്കൂ. ചോദ്യം: 21 ജന്മങ്ങൾ വരെയും തുടരുന്ന ഏതൊരു പ്രാക്ടീസാണ് കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ ഇവിടെ തന്നെ ചെയ്യുന്നത്? ഉത്തരം: സദാ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നതിൻ്റെ പ്രാക്ടീസ് നിങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ദദീജി ഋഷിയെ പോലെ യജ്ഞ സേവനത്തിൽ എല്ലുകളും നൽകണം. എന്നാൽ ഹഠയോഗത്തിൻ്റെ കാര്യമല്ല. തൻ്റെ ശരീരത്തെ ദുർബലമാക്കുവാൻ പാടില്ല. നിങ്ങൾ യോഗത്തിലൂടെ 21 ജന്മങ്ങളിലേക്ക് ആരോഗ്യമുള്ളവരാകുന്നു. അതിൻ്റെ പ്രാക്ടീസ് ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. ഓം ശാന്തി. കോളേജിൽ അഥവാ യൂണിവേഴ്സിറ്റിയിൽ ടീച്ചർ സ്റ്റുഡൻറ്റിൻ്റെ നേർക്ക് നോക്കുന്നു. റോസാ പുഷ്പം എവിടെയാണ്? ഫ്രണ്ടിൽ ആരാണ് ഇരിക്കുന്നത്? ഇതും പൂന്തോട്ടമാണ്, എന്നാൽ നമ്പർ വാറാണ്. ഇവിടെയും റോസാ പുഷ്പത്തെ കാണുന്നുണ്ട്. പിന്നെ അരികിൽ രത്നജ്യോതിയുമുണ്ട്. ചിലയിടത്ത് എരിക്കിൻ പൂവിനെയും കാണുന്നു. പൂന്തോട്ടക്കാരന് നോക്കേണ്ടി വരുമല്ലോ. ആ പൂന്തോട്ടക്കാരനെ തന്നെയാണ് വിളിക്കുന്നത്. വന്ന് ഈ മുള്ളുകളുടെ കാടിനെ ഇല്ലാതാക്കി പുഷ്പങ്ങളുടെ തൈ നടൂ. എങ്ങനെയാണ് മുള്ളുകളിൽ നിന്നും പുഷ്പങ്ങളുടെ തൈ നടുന്നത് എന്ന് കുട്ടികളായ നിങ്ങൾ പ്രാക്ടിക്കലിൽ അറിയുന്നുണ്ട്. നിങ്ങളിലും വളരെ കുറച്ചു പേരാണ് ഈ കാര്യങ്ങളുടെ ചിന്തനം നടത്തുന്നത്. കുട്ടികളായ നിങ്ങൾക്ക് ഇതും അറിയാം. അത് പൂന്തോട്ടക്കാരനുമാണ്, തോണിക്കാരനുമാണ്. എല്ലാവരെയും കൊണ്ടുപോകുന്നു. പുഷ്പങ്ങളെ കണ്ട് ബാബയും സന്തോഷിക്കുന്നു. നമ്മൾ മുള്ളുകളിൽ നിന്നും പുഷ്പമായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുന്നു. നോക്കൂ, നോളജ് എത്ര ഉയർന്നതാണ്. ഇത് മനസ്സിലാക്കുന്നതിനും വളരെ വലിയ ബുദ്ധി ആവശ്യമാണ്. ഇത് കലിയുഗി നരകവാസിയാണ്. നിങ്ങൾ സ്വർഗവാസിയായിക്കൊണ്ടിരിക്കുന്നു. സന്യാസിമാരാകട്ടെ വീടും കുടുംബവും ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. നിങ്ങൾക്ക് ഓടിപ്പോകേണ്ടതില്ല. ചില വീടുകളിൽ ഒരാൾ മുള്ളായിരിക്കും, ഒരാൾ പുഷ്പമായിരിക്കും. ബാബയോട് ചിലർ ചോദിക്കുന്നു, ബാബ പുത്രനെ വിവാഹം കഴിപ്പിക്കട്ടെ. ബാബ പറയും, കഴിപ്പിച്ചുകൊള്ളൂ. വീട്ടിൽ നിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്തുകൊള്ളൂ. ചോദിക്കുകയാണെങ്കിൽ ഇതിലൂടെ മനസ്സിലാകുന്നത് ധൈര്യമില്ല എന്നാണ്. അപ്പോൾ അത് ചെയ്തുകൊള്ളൂ എന്ന് ബാബയും പറയും. ഞാനാകട്ടെ രോഗിയാണ്. പിന്നെ മരുമകൾ വരുമ്പോൾ അവരുടെ കൈകൊണ്ട് ഉണ്ടാക്കിയത് കഴിക്കേണ്ടി വരും എന്ന് പറയുന്നു. ബാബ പറയും, കഴിച്ചുകൊള്ളൂ. വിലക്കുമോ? സാഹചര്യം അങ്ങനെയാകുമ്പോൾ കഴിക്കേണ്ടി തന്നെ വരും. കാരണം മോഹവും ഉണ്ടായിരിക്കുന്നുവല്ലോ. മരുമകൾ വീട്ടിലേക്ക് വന്നുവെങ്കിൽ പിന്നെ ആ കാര്യം പറയുകയേ വേണ്ട. കാരണം ദേവി വന്നതുപോലെയാണ്. അത്രയും സന്തോഷിക്കും. ഇപ്പോൾ ഇതാകട്ടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്ക് പുഷ്പമായി മാറേണ്ടതുണ്ട്. അതിനാൽ പവിത്രമായവരുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയത് കഴിക്കണം. അതിനുവേണ്ടി തൻ്റെ ഒരുക്കങ്ങൾ ചെയ്യണം. ഇതിൽ ചോദിക്കേണ്ടതില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ ദേവതയാവുകയാണ്. ഇതിൽ ഈ പഥ്യം ആവശ്യമാണ്. എത്ര കൂടുതൽ പഥ്യം വയ്ക്കുമോ അത്രയും നിങ്ങളുടെ മംഗളം ഉണ്ടാകും. കൂടുതൽ പഥ്യം വയ്ക്കുന്നതിന് കുറച്ച് പ്രയത്നവും ഉണ്ടാകും. യാത്രക്കിടയിൽ വിശപ്പ് തോന്നും എന്നുണ്ടെങ്കിൽ ഭക്ഷണം കൂടെ കൊണ്ടുപോകൂ. എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്നുവെങ്കിൽ, നിസ്സഹായ അവസ്ഥ ആണെങ്കിൽ സ്റ്റേഷനിൽ ഉള്ളവരിൽ നിന്നും ഡബിൾ റൊട്ടി വാങ്ങി കഴിക്കൂ. കേവലം ബാബയെ ഓർമ്മിക്കൂ. ഇതിനെയാണ് യോഗബലം എന്ന് പറയുന്നത്. ഇതിൽ ഹഠയോഗത്തിൻ്റെ ഏതെങ്കിലും കാര്യമില്ല. ശരീരത്തെ ദുർബലമാക്കുവാൻ പാടില്ല. ദദീജി ഋഷിയെ പോലെ എല്ലുകളും നൽകണം.
ഇതിൽ ഹഠയോഗത്തിൻ്റെ കാര്യമില്ല. ഇതെല്ലാം ഭക്തിമാർഗത്തിലെ കാര്യങ്ങളാണ്. ശരീരത്തെ പൂർണ്ണമായും ആരോഗ്യകരമാക്കി വയ്ക്കണം. യോഗത്തിലൂടെ 21 ജന്മങ്ങളിലേക്കായി ആരോഗ്യവാൻ ആകേണ്ടതുണ്ട്. ഈ പ്രാക്ടീസ് ഇവിടെ നിന്ന് തന്നെ ചെയ്യണം. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇതിൽ ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഏതെങ്കിലും വലിയ കാര്യം ഉണ്ടായിരിക്കുകയും അതിൽ കുഴങ്ങുകയും ആണെങ്കിൽ ചോദിക്കാം. ചെറിയ ചെറിയ കാര്യങ്ങൾ ബാബയോട് ചോദിക്കുന്നതിലൂടെ എത്ര സമയം പോകുന്നു. ഉയർന്ന വ്യക്തികൾ വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്നു. ശിവ് ബാബയെ സദ്ഗതി ദാത എന്ന് പറയുന്നു. രാവണനെ സദ്ഗതി ദാത എന്ന് പറയില്ല. അഥവാ അങ്ങനെയാണെങ്കിൽ എന്തിന് രാവണനെ കത്തിക്കുന്നു? രാവണൻ പ്രശസ്തമാണ് എന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നു. രാവണനിൽ വളരെയധികം ശക്തിയുണ്ട്. പക്ഷേ ശത്രുവാണല്ലോ. പകുതി കൽപ്പം രാവണന്റെ രാജ്യം നടക്കുന്നു. എന്നാൽ എപ്പോഴെങ്കിലും മഹിമ കേട്ടിട്ടുണ്ടോ? ഒന്നും തന്നെയില്ല. നിങ്ങൾക്കറിയാം, രാവണൻ എന്ന് 5 വികാരങ്ങളെയാണ് പറയുന്നത്. സാധു സന്യാസിമാർ പവിത്രമായിരിക്കുന്നു, അതിനാൽ അവരുടെ മഹിമ ചെയ്യുന്നുവല്ലോ. ഈ സമയത്തെ മനുഷ്യരെല്ലാം പതീതമാണ്. ആര് തന്നെ വന്നാലും, ഏതെങ്കിലും ഉയർന്ന വ്യക്തി വന്നാൽ ബാബയുമായി കൂടിക്കാഴ്ച നടത്തട്ടെ എന്ന് ആവശ്യപ്പെട്ടാലും ബാബ അവരോട് എന്തായിരിക്കും ചോദിക്കുക? അവരോട് ചോദിക്കും, രാമരാജ്യത്തെക്കുറിച്ചും രാവണ രാജ്യത്തെക്കുറിച്ചും എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? മനുഷ്യരും ദേവതയും എന്ന് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ സമയം മനുഷ്യരുടെ രാജ്യമാണോ അതോ ദേവതമാരുടേതാണോ? മനുഷ്യൻ ആരാണ്? ദേവത ആരാണ്? ദേവത ഏത് രാജ്യത്തിലാണ് ഉണ്ടായിരുന്നത്? ദേവതമാർ ഉണ്ടായിരിക്കുന്നത് സത്യയുഗത്തിലാണ്. യഥാ രാജാ റാണി തഥാ പ്രജ. നിങ്ങൾക്ക് ഇത് ചോദിക്കുവാൻ കഴിയും, ഇത് പുതിയ സൃഷ്ടിയാണോ അതോ പഴയതോ? സത്യയുഗത്തിൽ ആരുടെ രാജ്യമുണ്ടായിരുന്നു? ഇപ്പോൾ ആരുടെ രാജ്യമാണ്? ചിത്രം മുന്നിലുണ്ട്. ഭക്തി എന്താണ്? ജ്ഞാനം എന്താണ്? ഇത് ബാബ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. ബാബ ധാരണ ഉണ്ടാകുന്നില്ല എന്ന് ഏത് കുട്ടികൾ പറയുന്നുവോ അവരോട് ബാബ പറയുന്നു, അൽഫും ബെയും സഹജമല്ലേ? അൽഫ് ആകുന്ന ബാബ തന്നെയാണ് പറയുന്നത്, പിതാവായ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ സമ്പത്ത് ലഭിക്കും. ഭാരതത്തിൽ ശിവജയന്തിയും ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴാണ് ഭാരതത്തിൽ വന്ന് സ്വർഗം നിർമ്മിച്ചത്? ഭാരതം സ്വർഗമായിരുന്നു. ഇത് അറിയുന്നില്ല, മറന്നുപോയി. നിങ്ങൾ പറയും, നമ്മൾ സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നു എന്നതൊന്നും തന്നെ നമ്മൾ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ബാബയിലൂടെ നമ്മൾ വീണ്ടും ദേവതയായിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലാക്കിച്ച് തരുന്നത് ഞാൻ തന്നെയാണ്. സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് മഹിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുന്നില്ല. സെക്കൻഡിൽ നിങ്ങൾ സ്വർഗത്തിലെ പരികൾ ആകുന്നുവല്ലോ. ഇതിനെ ഇന്ദ്രസഭ എന്നും പറയുന്നു. അവർ പിന്നെ ഇന്ദ്രനെ മഴ പെയ്യ്ക്കുന്നയാൾ എന്ന് മനസ്സിലാക്കുന്നു. ഇനി മഴ പെയ്യ്ക്കുന്ന ആളുടെ ഏതെങ്കിലും സഭ കൂടുമോ? ഇന്ദ്രലോകമെന്നും ഇന്ദ്രസഭയെന്നും എന്തെല്ലാമാണ് കേൾപ്പിക്കുന്നത്. ഇന്ന് വീണ്ടും ഈ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. പഠനമാണല്ലോ. വക്കീൽ പഠനം പഠിക്കുമ്പോൾ നാളെ നമ്മൾ വക്കീലാകും എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ ഇന്ന് പഠിക്കുന്നു, നാളെ ശരീരം ഉപേക്ഷിച്ച് രാജധാനിയിൽ പോയി ജന്മമെടുക്കും. നിങ്ങൾ ഭാവിയിലേക്ക് വേണ്ടി പ്രാപ്തി നേടുന്നു. ഇവിടെ നിന്നും പഠിച്ച ശേഷം പോകും. പിന്നെ നമ്മുടെ ജന്മം സത്യയുഗത്തിൽ ഉണ്ടാകും. എയിം ഓബ്ജക്റ്റ് തന്നെ പ്രിൻസസ് ആകുന്നതിൻ്റെതാണ്. രാജയോഗമല്ലേ? ചിലർ പറയുന്നു, ബാബ നമ്മുടെ ബുദ്ധി തുറക്കുന്നില്ല. ഇതാകട്ടെ നിങ്ങളുടെ ഭാഗ്യം ഇങ്ങനെയാണ്, ഡ്രാമയിൽ പാർട്ട് ഇങ്ങനെയാണ്. അതിനെ ബാബയ്ക്ക് എങ്ങനെ മാറ്റം വരുത്തുവാൻ സാധിക്കും? സ്വർഗത്തിൻ്റെ അധികാരിയാകുന്നതിന് എല്ലാവരും അവകാശികളാണ്. പക്ഷേ നമ്പർ വാർ ആയിരിക്കുമല്ലോ. എല്ലാവരും ചക്രവർത്തി ആകും എന്നല്ല. ചിലർ പറയും, ഈശ്വരീയ ശക്തി ഉണ്ടെങ്കിൽ എല്ലാവരെയും ചക്രവർത്തിയാക്കി മാറ്റട്ടെ. പിന്നെ പ്രജ എവിടെ നിന്ന് വരും? ഇത് വിവേകത്തിൻ്റെ കാര്യമാണല്ലോ. ഈ ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴാകട്ടെ
മഹാരാജാവെന്നും മഹാറാണിയെന്നും പേര് മാത്രമേ ഉള്ളൂ. ടൈറ്റിലും നൽകുന്നുണ്ട്. 1-2 ലക്ഷം നൽകുമ്പോൾ രാജാവിൻ്റെയും റാണിയുടെയും ടൈറ്റിൽ ലഭിക്കുന്നു. പിന്നെ പെരുമാറ്റവും അങ്ങനെയുള്ളത് വെക്കേണ്ടി വരും. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ ശ്രീമത്തനുസരിച്ച് നമ്മുടെ രാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാകട്ടെ എല്ലാം സുന്ദരവും വെളുപ്പുമായിരിക്കും. ഈ ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യം ഉണ്ടായിരുന്നുവല്ലോ. ശാസ്ത്രങ്ങളിൽ കൽപ്പത്തിന്റെ ആയുസ് നീണ്ടതായി എഴുതിയതിലൂടെ മനുഷ്യർ മറന്നുപോയി. ഇപ്പോൾ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു, കറുപ്പിൽ നിന്നും സുന്ദരമാകുന്നതിനായി. ഇനി ദേവതമാർ കറുത്തതാണ്. ശ്രീകൃഷ്ണനെ കറുപ്പായും രാധയെ വെളുപ്പായും കാണിക്കുന്നു. ഇനി സുന്ദരമാണെങ്കിൽ രണ്ടുപേരും സുന്ദരമായിരിക്കുമല്ലോ. പിന്നെ കാമചിതയിൽ കയറി രണ്ടുപേരും കറുത്തു പോകുന്നു. അവിടെ സുവർണ ലോകത്തിന്റെ അധികാരിയാണ്. ഇതാണ് കറുത്ത ലോകം. കുട്ടികളായ നിങ്ങളുടെ ഉള്ളിൽ ഒന്നാമതായി സന്തോഷമുണ്ടായിരിക്കണം. പിന്നെ ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യേണ്ടതാണ്. ചിലർ പറയുന്നു, ബാബ ബീഡി വലിക്കുന്നത് മാറുന്നില്ല. ബാബ പറയും, ശരി, ധാരാളം വലിച്ചുകൊള്ളൂ. ചോദിക്കുകയാണെങ്കിൽ പിന്നെ എന്തു പറയാം? പഥ്യമനുസരിച്ച് നടക്കുന്നില്ലെങ്കിൽ വീണുപോകും. സ്വയം തൻ്റെ വിവേകം ഉണ്ടായിരിക്കേണ്ടതല്ലേ? നമ്മൾ ദേവതയാകുന്നവരാണ്. അപ്പോൾ നമ്മുടെ പെരുമാറ്റ രീതിയും ആഹാര രീതിയും എങ്ങനെയാണ് ആയിരിക്കേണ്ടത്? നമ്മൾ ലക്ഷ്മിയെയും നാരായണനെയും വരിക്കും എന്ന് എല്ലാവരും പറയും. ശരി, സ്വയം നോക്കൂ, അങ്ങനെയുള്ള ഗുണമുണ്ടോ? നമ്മൾ ബീഡി വലിക്കുകയാണ് എങ്കിൽ പിന്നെ എങ്ങനെ നാരായണനാകാൻ സാധിക്കും? നാരദന്റെയും കഥയുണ്ടല്ലോ. നാരദൻ ഒരാൾ മാത്രമല്ലല്ലോ, എല്ലാ മനുഷ്യരും ഭക്തൻ, അതായത് നാരദനാണ്. ബാബു പറയുന്നു, ദേവതയാകാൻ പോകുന്ന കുട്ടികൾ അന്തർമുഖരായി സ്വയം തന്നോട് സംസാരിക്കും. നമ്മൾ ദേവത ആകുന്നു എന്നിരിക്കട്ടെ, നമ്മുടെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കണം? നമ്മൾ ദേവതയാകുന്നു, അപ്പോൾ മദ്യം കുടിക്കുവാൻ സാധിക്കില്ല, ബീഡിയും കുടിക്കുവാൻ കഴിയില്ല, വികാരത്തിലേക്ക് പോകുവാനും കഴിയില്ല, പതീതരുടെ കൈകൊണ്ടുണ്ടാക്കിയതും ഭക്ഷിക്കുവാൻ കഴിയില്ല. ഇല്ലെങ്കിൽ അവസ്ഥയുടെ മേൽ പ്രഭാവമുണ്ടാകും. ഈ കാര്യങ്ങൾ ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഡ്രാമയുടെ രഹസ്യത്തെയും ആരും അറിയുന്നില്ല. ഇത് നാടകമാണ്. എല്ലാവരും പാർട്ട്ധാരിയാണ്. നമ്മൾ ആത്മാക്കൾ മുകളിൽ നിന്ന് വരുന്നു. പാർട്ടാകട്ടെ മുഴുവൻ ലോകത്തിലെ ആക്ടേഴ്സിനും അഭിനയിക്കണം. സർവർക്കും അവരവരുടേതായ പാർട്ടുണ്ട്. എത്ര പാർട്ട്ധാരികളുണ്ട്? എങ്ങനെയുള്ള പാർട്ടാണ് അഭിനയിക്കുന്നത്? ഇത് വെറൈറ്റി ധർമ്മങ്ങളുടെ വൃക്ഷമാണ്. മാവിൻ്റെ ഒരു വൃക്ഷത്തെ വെറൈറ്റി വൃക്ഷം എന്ന് പറയില്ല. അതിൽ മാങ്ങ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇത് മനുഷ്യ സൃഷ്ടിയുടെ വൃക്ഷമാണ്. എന്നാൽ ഇതിൻ്റെ പേര് വെറൈറ്റി ധർമ്മങ്ങളുടെ വൃക്ഷം എന്നാണ്. ബീജം ഒന്ന് തന്നെയാണ്. നോക്കൂ, മനുഷ്യരുടെ എത്ര വെറൈറ്റിയാണുള്ളത്. പലരും പല രീതിയിലാണ്. ഇത് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. മനുഷ്യരാണെങ്കിൽ ഒന്നും അറിയുന്നില്ല. മനുഷ്യരെ ബാബ തന്നെയാണ് പവിഴ ബുദ്ധിയാക്കി മാറ്റുന്നത്. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഈ പഴയ ലോകത്തിൽ ബാക്കി കുറച്ചു ദിവസങ്ങളാണുള്ളത്. കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ തൈ നട്ടുകൊണ്ടിരിക്കുന്നു. നല്ല പ്രജയുടെയും സാധാരണ പ്രജയുടെയും തൈ നടുകയാണ്. ഇവിടെ തന്നെയാണ് രാജധാനി സ്ഥാപനമായിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾ ഓരോ കാര്യത്തിലും ബുദ്ധി ഉപയോഗിക്കേണ്ടതുണ്ട്. മുരളി കേട്ടിട്ട് കേൾക്കാത്തതുപോലെ ആകരുത്. ഇവിടെ ഇരിക്കുമ്പോഴും ബുദ്ധി പുറത്ത് അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ളവരുമുണ്ട്. ചിലരാകട്ടെ മുന്നിൽ മുരളി കേട്ട് വളരെയധികം ഗദ്ഗതമുണ്ടാകുന്നു. മുരളിക്ക് വേണ്ടി ഓടുന്നു. ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പഠനം ഉപേക്ഷിക്കുവാൻ പാടില്ലാത്തതാണ്. ടേപ്പിൽ ആക്യുറേറ്റായി റെക്കോർഡാകുന്നു. കേൾക്കേണ്ടതാണ്. ധനികർ വിലയ്ക്ക് വാങ്ങും, അപ്പോൾ ദരിദ്രർ കേൾക്കും. എത്ര പേരുടെ മംഗളമുണ്ടാകും? ദരിദ്രരായ കുട്ടികൾക്കും തൻ്റെ വളരെ ഉയർന്ന ഭാഗ്യമുണ്ടാക്കുവാൻ സാധിക്കും. ബാബ കുട്ടികൾക്ക് വേണ്ടി കെട്ടിടം ഉണ്ടാക്കിക്കുന്നു. ദരിദ്രർ 2 രൂപയുടെയും മണി ഓർഡർ അയക്കുന്നു.
ബാബ, ഇതിൻ്റെ ഒരു ഇഷ്ടിക കെട്ടിടത്തിൽ ഉപയോഗിക്കണം, 1 രൂപ യജ്ഞത്തിൽ ഇടണം. പിന്നെ ചിലരാണെങ്കിൽ ഭണ്ഡാരം നിറയ്ക്കുന്നവരും ഉണ്ടാകുമല്ലോ. മനുഷ്യർ ഹോസ്പിറ്റലും മറ്റും നിർമ്മിക്കുന്നു, എത്ര ചിലവുണ്ടാകുന്നു. ധനികർ സർക്കാരിനെ വളരെയധികം സഹായിക്കുന്നു. അവർക്ക് എന്താണ് ലഭിക്കുന്നത്? അല്പകാലത്തെ സുഖം. ഇവിടെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ 21 ജന്മങ്ങളിലേക്ക് വേണ്ടിയാണ്. ബാബ സർവസ്വവും നൽകി വിശ്വത്തിൻ്റെ അധികാരിയും ആദ്യ നമ്പറും ആയി എന്നത് കാണുന്നുണ്ട്. 21 ജന്മത്തേക്ക് ഇങ്ങനെയുള്ള കരാർ ആരാണ് ചെയ്യാത്തത്? അതിനാലാണല്ലോ ഭോലാനാഥൻ എന്ന് പറയുന്നത്. ഇപ്പോഴുള്ള കാര്യമാണ്. എത്ര നിഷ്കളങ്കനാണ്! എന്ത് ചെയ്യണമോ അത് ചെയ്തുകൊള്ളൂ എന്ന് പറയുന്നു. എത്ര ദരിദ്രരായ പെൺകുട്ടികളുണ്ട്! തയ്യൽ ജോലി ചെയ്തും വയറിനെ പാലിക്കുന്നു, അതായത് ഭക്ഷണം കഴിക്കുന്നു. ബാബയ്ക്കറിയാം ഇവർ വളരെ ഉയർന്ന പദവി നേടുന്നവരാണ്. കുചേലൻ്റെയും ഉദാഹരണമുണ്ടല്ലോ. 1 പിടി അരിക്കു പകരം 21 ജന്മങ്ങളിലേക്കായി കൊട്ടാരം ലഭിച്ചു. നിങ്ങൾ ഈ കാര്യങ്ങൾ നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് അറിയുന്നു. ബാബ പറയുന്നു, ഞാൻ ഭോലാനാഥനുമാണല്ലോ. ഈ ദാതയാകട്ടെ ഭോലാനാഥൻ അല്ല. ഇദ്ദേഹവും പറയുന്നു ഭോലാനാഥൻ ശിവ് ബാബയാണ്. അതിനാൽ ശിവ് ബാബയെ കരാറുകാരൻ, രത്നാകരൻ, ഇന്ദ്രജാലക്കാരൻ എന്നെല്ലാം പറയുന്നു. നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ഇവിടെ ഭാരതം ദരിദ്രമാണ്, പ്രജകൾ ധനികരാണ്, ഗവൺമെൻറ് ദരിദ്രമാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു ഭാരതം എത്ര ഉയർന്നതായിരുന്നു, സ്വർഗമായിരുന്നു. അതിൻ്റെ അടയാളങ്ങളുമുണ്ട്. സോമനാഥ ക്ഷേത്രം എത്ര വജ്ര വൈഡൂര്യങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതായിരുന്നു. ഒട്ടകത്തിൻ്റെ പുറത്ത് നിറച്ച് ആ വജ്ര വൈഡൂര്യങ്ങൾ കൊണ്ടുപോയി. കുട്ടികളായ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഈ ലോകം തീർച്ചയായും മാറേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആര് ചെയ്യുമോ അവർ നേടും. മായയുടെ ഒപ്പോസിഷൻ വളരെയധികം ഉണ്ടാകുന്നു. നിങ്ങൾ ഈശ്വരന്റെ ദാസരാണ്, ബാക്കി എല്ലാവരും രാവണന്റെ ദാസന്മാരാണ്. നിങ്ങൾ ശിവ് ബാബയുടേതാണ്. ശിവ് ബാബ നിങ്ങൾക്ക് സമ്പത്ത് നൽകുന്നു. ബാബയല്ലാതെ മറ്റൊരു കാര്യവും ബുദ്ധിയിൽ വരാൻ പാടില്ലാത്തതാണ്. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: അന്തർമുഖരായി സ്വയം തന്നോട് സംസാരിക്കണം. നമ്മൾ ദേവതയാകുന്നു എന്നിരിക്കെ നമ്മുടെ പെരുമാറ്റം എങ്ങനെയുള്ളതാണ്? ഏതെങ്കിലും അശുദ്ധമായ ആഹാര രീതികൾ ഇല്ലല്ലോ. തൻ്റെ ഭാവി 21 ജന്മങ്ങളിലേക്കായി ഉയർന്നതാക്കണമെങ്കിൽ കുചേലിനെ പോലെ എന്തെല്ലാമുണ്ടോ ഭോലാനാഥനായ ബാബയെ ഏൽപ്പിക്കൂ. പഠനത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ഒഴിവുകഴിവും പറയരുത്. വരദാനം: ആദി അനാദി സ്വരൂപത്തിൻ്റെ സ്മൃതിയിലൂടെ തൻ്റെ നിജ സ്വധർമ്മത്തെ സ്വായത്തമാക്കുന്ന പവിത്രവും യോഗിയുമായി ഭവിക്കട്ടെ. ബ്രാഹ്മണരുടെ നിജ സ്വധർമ്മം പവിത്രതയാണ്. അപവിത്രത പരധർമ്മമാണ്. ഏതൊരു പവിത്രതയെ സ്വായത്തമാക്കുന്നത് ലോകർ പ്രയാസമായി കരുതുന്നുവോ അത് കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ച് അതിസഹജമാണ്. കാരണം ഈ സ്മൃതി വന്നു, നമ്മുടെ വാസ്തവിക ആത്മസ്വരൂപം സദാ പവിത്രമാണ്. അനാദി സ്വരൂപം പവിത്ര ആത്മാവാണ്. ആദി സ്വരൂപം പവിത്ര ദേവതയാണ്. ഇപ്പോഴുള്ള അന്തിമ ജന്മവും പവിത്ര ബ്രാഹ്മണ ജീവിതമാണ്. അതിനാൽ പവിത്രത തന്നെയാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ പേഴ്സണാലിറ്റി. ആര് പവിത്രമാണോ അവർ തന്നെയാണ് യോഗി. സ്ലോഗൻ: സഹജ യോഗിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലക്ഷ്യം കൊണ്ടുവരരുത്. ശക്തി രൂപം ആകൂ. അവ്യക്ത സൂചന: ആത്മീയ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. അന്തർമുഖിയാകൂ. അന്തർമുഖി സദാ സുഖി എന്ന് പറയുന്നു.
അവരെ ഏതെങ്കിലും പുറമേയുള്ള ആകർഷണത്തിന് ആകർഷിക്കാൻ സാധിക്കില്ല. ഒരിക്കലും മന്മത്തിനോ ഒരിക്കലും പരമത്തിനോ ആകർഷിക്കാൻ സാധിക്കില്ല. അന്തർമുഖി സദാ സുഖിയായി ഇരിക്കുന്നവർ സുഖദാതാവിൻ്റെ കുട്ടികൾ. മാസ്റ്റർ സുഖദാതാവായിരിക്കും. ബഹിർമുഖതയിൽ നിന്നും മുക്തമായിരിക്കും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. സ്ഥൂലമായും സൂക്ഷ്മമായും ഏകാന്തമായിരുന്ന ഞാൻ അന്തർമുഖി ആവുകയാണ്. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ ബാബയുടെ സർവശ്രേഷ്ഠ ഖജനാവുകളുടെ അധികാരിയായ ആത്മാവാണ് ഞാൻ. ഈ അധികാരത്തിൻ്റെ ലഹരിയിലും സന്തോഷത്തിലും ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സന്തോഷവും ലഹരിയും എന്നെ അധീനതകളിൽ നിന്നും സ്വതന്ത്രമാക്കുന്നു. ഈ വ്യക്തലോകത്തിൽ ഞാൻ അതിഥിയായി വന്നിരിക്കുകയാണ്. ഈ സ്മൃതിയുടെ സ്വരൂപമായി മാറുമ്പോൾ ഞാൻ വ്യക്തഭാവത്തിനും ഉപരി അവ്യക്തസ്ഥിതി അനുഭവിക്കുന്നു. ഈ അവ്യക്ത സ്ഥിതിയിലിരിക്കുമ്പോൾ എനിക്ക് അവ്യക്ത വാഗ്ദാതയുമായി കൂടിക്കാഴ്ച നടക്കട്ടെ എന്ന സങ്കല്പം വരും. അവ്യക്ത ശരീരധാരിയായി ഞാൻ അവ്യക്ത ദേശത്ത് എത്തിച്ചേരുന്നു. ഈ പ്രകാശമയ ലോകത്തിൽ ജ്ഞാനസൂര്യൻ്റെയും സമ്പൂർണ്ണ ബ്രഹ്മാവിൻ്റെയും സംയുക്ത രൂപമായ ബാപ്ദാദയുടെ സാമീപ്യം ഞാൻ ദിവ്യബുദ്ധിയുടെ ആധാരത്തിൽ ദർശിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. സൂക്ഷ്മലോകത്തിൽ ഈ സൂക്ഷ്മസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവ്യക്ത ബാപ്ദാദയുടെ അലൗകിക സ്നേഹത്തിൻ്റെയും വരദാനങ്ങളുടെയും ദൃഷ്ടി എന്നിൽ പതിയുമ്പോൾ ആ അലൗകികമായ സ്നേഹത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും അനുഭവത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. ഈ അലൗകിക അവ്യക്ത കൂടിക്കാഴ്ച എത്ര ദിവ്യവും സുഖദായകവുമാണ്. മനസ്സിൻ്റെ വൃത്തി കൊണ്ടും അവ്യക്ത ദൃഷ്ടി കൊണ്ടും വിശ്വസേവനം ചെയ്യാനുള്ള പ്രേരണാദായകമായ ദൃഷ്ടി ബാപ്ദാദ എനിക്ക് തരുന്നു. ആ ശക്തി സ്വീകരിച്ചുകൊണ്ട് ഞാൻ വ്യക്തലോകത്തിലെ
ഒരു അലൗകിക നക്ഷത്രമായി, അവ്യക്ത ഫലിഷ്ഠയായി, ശുദ്ധ വൃത്തിയിലൂടെയും ശുഭ ദൃഷ്ടിയിലൂടെയും ഈശ്വരീയ സ്നേഹത്തിൻ്റെയും ഈശ്വരീയ ഗുണങ്ങളുടെയും കിരണങ്ങൾ വിശ്വമാകെ വ്യാപിപ്പിക്കുന്നു.